ഹലോ നമസ്കാരമുണ്ട്. മുസ്തഫ താനൂരാണ്. ഞാനിന്നേ മലപ്പുറം ജില്ലയിലെ തിരൂർ പെരുവയമ്പലത്ത് വിജേഷിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ വിജേഷിനൊരു വധുവിന് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിജേഷിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീടും പരിസരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ വിജേഷിൻ്റെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ വിജേഷിന് നല്ലൊരു വധുവിനെ വേണം. ഇതാണ് ഇപ്പോൾ വിജേഷിൻ്റെ വീട് കേട്ടോ. വിജേഷുണ്ട്. വിജേഷേ, എന്തൊക്കെയാണ് വർത്തമാനം? സുഖമല്ലേ? അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടാ. അപ്പോൾ ഇതാണ് വിജേഷ്. ഇവനക്ക് ഒരു കുഴപ്പമില്ല. ഇവനക്ക് പഠന വൈകല്യം മാത്രമാണ്. അപ്പോൾ ഇവനക്ക് പറ്റിയൊരു ഇണയെ വേണം. ബാക്കി കാര്യങ്ങളൊക്കെ ഒരു അമ്മേനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് വീട് കേട്ടാ. ഓക്കെ. അപ്പോൾ ഇതാണ് വിജേഷ് കേട്ടാ. അപ്പോൾ നമ്മളിവിടെ വന്നതേ, നമ്മളിപ്പോൾ തിരൂർ പെരുവയമ്പലത്താണ്. അപ്പോൾ വിജേഷിന് നല്ലൊരു വധുവിനെ വേണം. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ തണൽമര ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരുപാട് വിവാഹങ്ങൾ നടത്തിക്കൊടുത്ത്. അപ്പോൾ അവർക്ക് ഇന്നലെ എങ്ങനെ വിളി തുടങ്ങി. അപ്പോൾ ഞാനിന്ന് വന്ന് വിജേഷിനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അമ്മയോട് സംസാരിക്കാം. അമ്മ നമസ്കാരമുണ്ട്. അപ്പോൾ മകനക്ക് ഒരു നല്ലൊരു കല്യാണക്കാര്യം വേണം അല്ലേ? 17 എന്നാണ് മകന്. എത്ര സ്കൂളിൽ പോയിക്കണോ? 4 ആള്. ഇപ്പോൾ ജോലി എന്തെങ്കിലും വിജേഷ്? ഇവിടെ ഫർണിച്ചർ കടയിലല്ലേ? അപ്പോൾ ഫർണിച്ചർ കടയിൽ ജോലിയുണ്ട്. അപ്പോൾ അവർ കുട്ടിനൊക്കെ നോക്കാനുള്ള ഒരു വരുമാനം കാര്യങ്ങളൊക്കെ വിജേഷിനുണ്ട്. പിന്നെ വേറെ കുഴപ്പമില്ല, ഈ പഠന വൈകല്യം മാത്രമേ ഉള്ളൂ അല്ലേ? അതിനുണ്ട്. നിങ്ങൾ എത്ര മക്കളാ? 3 കുട്ടികൾ. അതിൽ ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും അല്ലേ? അപ്പോൾ എന്തായാലും വിഷമിക്കേണ്ട, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് വിഷമം അതൊക്കെ റെഡിയാവുന്നു. ഇവനെക്കാട്ടിയും എത്രയോ നല്ല കുട്ടികൾക്ക് നല്ല നല്ല കുട്ടികളെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവൻ ശരിക്കിനൊക്കെ ഉണ്ട്. എന്തായാലും കല്യാണമൊക്കെ അവിടെ പറയില്ലേ റെഡിയായാൽ? അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇതിൽ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പർ. ഈ നമ്പറിൽ ഇവരായിട്ട് ബന്ധപ്പെടുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് അന്വേഷിച്ച് ഇഷ്ടപ്പെട്ട വധുവിനെ തേടിയിട്ട് നമുക്ക് എന്താ ചെയ്യുക, ഇങ്ങനെ പോവാം. വിജേഷ് സന്തോഷത്തിലാണ്. ഈ സന്തോഷം എന്നും ഉണ്ടാകട്ടെ കേട്ടോ. ഈ അമ്മയൊക്കെ വളരെ സന്തോഷത്തിലാണ് ഒരു മരുമകളെ കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്കൊരു ജീവിതം. കാരണം നമ്മൾ 300 ചില്ലാത്തോളം വിവാഹങ്ങൾ നമ്മൾ നടത്തിക്കൊടുത്ത് ഇതുപോലെയുള്ള ഭിന്നശേഷി കുട്ടികൾക്ക്. പക്ഷേ ഇവർക്ക് ഒരു കുഴപ്പമില്ല, കാലിനോ കയ്യിനോ ഒന്നും കുഴപ്പമില്ല, പഠന വൈകല്യം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇവനക്ക് പറ്റിയൊരു ഇണയെ കണ്ടെത്തുക കേട്ടോ. ഓക്കെ.